1971 യുദ്ധം വെറുമൊരു പോരാട്ടമായിരുന്നില്ല, അതൊരു അപൂർവ ചരിത്ര വിജയമായി മാറിയത് എന്തുകൊണ്ടാണെന്ന് നമുക്കൊന്ന് നോക്കാം. വിശ്വസിക്കാൻ ബുദ്ധിമുട്ടായിരിക്കുമല്ലേ? രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷം ചരിത്രത്തിലാകെ മൂന്നേ പെർഫെക്റ്റ് യുദ്ധങ്ങളെ നടന്നിട്ടുള്ളൂ. എന്താണ് ഈ പെർഫെക്റ്റ് യുദ്ധം? രാഷ്ട്രീയവും നയതന്ത്രവും സൈനിക നീക്കങ്ങളും തമ്മിലുള്ള കുറ്റമറ്റ ഏകോപനമാണ് ഈ സമ്പൂർണ്ണ വിജയത്തിന് കാരണം. കിഴക്കൻ പടിഞ്ഞാറൻ പാകിസ്ഥാനുകൾ തമ്മിലുണ്ടായിരുന്ന കടുത്ത വിവേചനങ്ങളാണ് ഈ പ്രശ്നങ്ങൾക്ക് പ്രധാനമായും തിരികൊളുത്തിയത്. 1970 തിരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ കിഴക്കൻ പാകിസ്ഥാനിലെ അവാമി ലീഗ് വൻ ഭൂരിപക്ഷം നേടി. പ്രതിസന്ധി കൂടുതൽ രൂക്ഷമായി. എന്നാൽ അധികാരം കൈമാറാൻ അവർ തയ്യാറായില്ല. പടിഞ്ഞാറൻ പാകിസ്ഥാൻ അവിടെ ക്രൂരമായ സൈനിക നടപടികൾ അഴിച്ചുവിട്ടു. ഒരു വിമാനം റാഞ്ചിയതിനു പിന്നാലെ ഇന്ത്യ ശക്തമായി പ്രതികരിച്ചു. നമ്മുടെ വ്യോമാതിർത്തി വഴിയുള്ള പാക് വിമാനയാത്രകൾ പൂർണ്ണമായും നിരോധിച്ചു. ലക്ഷക്കണക്കിന് അഭയാർത്ഥികൾ ഇതിലുള്ള അഗംഭീര രാഷ്ട്രീയ ഏകോപനം നാം കാണുന്നത് ശരിക്കും സമാനതകളില്ലാത്തൊരു നയതന്ത്ര കൂട്ടായ്മ. രാഷ്ട്രീയ നേതൃത്വത്തിന് പൂർണ്ണ പിന്തുണ നൽകി സൈന്യവും കൂടെ നിന്നു. സാമനേഷായുടെ നേതൃത്വത്തിൽ തന്ത്രങ്ങൾ കൃത്യമായി നടപ്പിലായി. തുടക്കത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു, അതെ, പക്ഷേ ചർച്ചകളിലൂടെ അവർ പൂർണ്ണ സമന്വയത്തിലെത്തി. അതായിരുന്നു വിജയത്തിന്റെ യഥാർത്ഥ അടിത്തറ. ഈ മികച്ച സിവിൽ സൈനിക കൂട്ടായ്മ ഇന്ത്യയ്ക്കായി പ്രധാനമായും 3 വ്യത്യസ്ത ലക്ഷ്യങ്ങളാണ് വളരെ കാര്യക്ഷമമായി നേടിയെടുത്തത്. ഒന്നാമത്തെ രാഷ്ട്രീയ ലക്ഷ്യം കിഴക്കൻ പാകിസ്ഥാനെ ക്രൂരമായ സൈനിക ഭരണത്തിൽ നിന്നും മോചിപ്പിച്ച് അവർക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുക്കുക. രണ്ടാമതായി നയതന്ത്രം. അമേരിക്കയും ചൈനയും ഇടപെടുന്നത് തടയുക, ദക്ഷിണേഷ്യയിൽ ഇന്ത്യയുടെ മേധാവിത്വം ശക്തമായി ഉറപ്പാക്കുക. മൂന്നാമത്തെ സൈനിക ലക്ഷ്യം ഇതായിരുന്നു: മറ്റ് രാജ്യങ്ങൾ ഇടപെടും മുൻപ് തന്നെ പാക് സൈന്യത്തെ വളരെ വേഗത്തിൽ പരാജയപ്പെടുത്തുക. അതുമാത്രമല്ല, 1965 നമുക്ക് നഷ്ടപ്പെട്ട കശ്മീരിലെ ചില തന്ത്രപ്രധാനമായ പ്രദേശങ്ങൾ കൂടി നമ്മുടെ സൈന്യം തിരിച്ചുപിടിച്ചു. ഒന്ന് ചിന്തിച്ചു നോക്കൂ, ആധുനിക ചരിത്രത്തിൽ ഇത്രയും കുറ്റമറ്റ സിവിൽ സൈനിക ഏകോപനം നാം വേറെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ?